ഹലോ ഫ്രണ്ട്സ്, എന്തിൻ്റെ വിശേഷം? സുഖമല്ല എല്ലാവർക്കും. ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുള്ളത് കിച്ചണിലുള്ള കുറച്ച് ചെടിയാണ്. അപ്പോൾ രാവിലെ തന്നെ ഇതിന് കുറച്ച് വെയിൽ കൊള്ളിക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാ ദിവസവും ഇപ്പം ഇങ്ങനെ കർട്ടൻ്റെ ഉള്ളിലേ വരുന്ന വെയിലുണ്ടല്ലോ, ആ ഒരു സ്ഥലത്ത് ഞാനിങ്ങനെ നിരനിരയായിട്ട് ഹാളിൽ കൊണ്ടുപോയി വെച്ചിട്ടില്ല. അത് ആ വെയിൽ പോകുന്നത് വരെ ഞാനിവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. അപ്പം വെള്ളിയാഴ്ച ഇതുപോലെ തന്നെ രാവിലെ തന്നെ എണീച്ചിട്ട് കിച്ചണിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ നിരനിരയായി ഹാളിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇടയ്ക്കൊന്ന് വെയിൽ കൊള്ളിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ അതിൻ്റെ മുകളിലെല്ലാം ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് വെള്ളം. വെള്ളിയാഴ്ചയാണ് തന്നെ ഒരു ചെറിയൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കഴിഞ്ഞ തൃക്കരിപ്പൂർ വ്ളോഗിൽ എല്ലാവരും നല്ല റെസ്പോൺസായിരുന്നു. ഓൾമോസ്റ്റ് ആൾക്കാർ നല്ല റെസ്പോൺസായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വലിയൊരു താങ്ക്സ് തന്നെ പറയുന്നു. നമ്മളെ ഭാഷ ഇഷ്ടപ്പെടുന്നവരുണ്ടെന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ നേരെ കിച്ചണിലേക്ക്. പിന്നെ ആദ്യത്തെ പണിയെന്ന് വെച്ചാൽ ഒരു വെയിറ്റ് ലോസ് ഡ്രിങ്ക് കുടിക്കലാണ്. അപ്പോൾ കുറച്ച് നാളായിട്ട് ഇപ്പോൾ നിർത്തി വെച്ചിട്ടായില്ല, മടി കാരണവും പിന്നെ ഓരോ തിരക്ക് കാരണം എന്നൊക്കെ പറയാം. അപ്പോൾ ഇതാ പിന്നെയും തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ 2 ദിവസമായിട്ട്. മുമ്പായിട്ട് തന്നെ ഇത് കുടിച്ചാൽ നല്ലൊരു സുഖമാണ്. പിന്നെ വയറ്റിനുള്ളൊരു കനം കുറഞ്ഞതുപോലുള്ളൊരു ഫീലുമാണ്. ഇതാ കണ്ടില്ലേ, ഒരു കഷ്ണം ഇഞ്ചി ചതച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ സാധാരണ കുടിക്കുന്ന തന്നെ ഞാൻ എൻ്റെ കുറേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇളം ചൂടുവെള്ളം, പിന്നെ ഇഞ്ചി, പിന്നെ നാരങ്ങ പിഴിഞ്ഞത്, അതിൽ തേന്. നിങ്ങളെല്ലാവരും പോലെ തന്നെ കേട്ടോ, ഞാനും വലിയ കാര്യമായിട്ട് തുടങ്ങിയിട്ട് ഒരാഴ്ച 2 ആഴ്ച അല്ലെങ്കിൽ ഒരു മാസം 1.5 മാസമല്ല ഇങ്ങനെ പോവും. പിന്നെ എവിടെയെങ്കിലും വെച്ച് എങ്ങനെയെങ്കിലും അതങ്ങ് മുറിഞ്ഞു പോവും. പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും ഒരു വീഡിയോ കാണുമ്പോഴോ അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും കാണുമ്പോഴോ എല്ലാം ഓർമ്മ വരൽ. നമ്മളെക്കാൾ മെലിഞ്ഞ നല്ല അടിപൊളിയായിട്ടുള്ള ആളെ കാണുമ്പോൾ തോന്നും കുറച്ച് തടി കുറക്കാം. അങ്ങനെയാണ് ഇതെല്ലാം തുടങ്ങൽ. പിന്നെയും ഒരു 1/4 മണിക്കൂറോടെ കറക്റ്റിൻ്റെ താഴെ വെക്കുമ്പോഴേക്കും അടുത്ത വെയിലെല്ലാം പോവും. പിന്നെ ആദ്യം ഈ ചെടിയെല്ലാം എടുത്ത് കിച്ചണിൽ തന്നെ കൊണ്ടുവയ്ക്കും. അപ്പം ഞാൻ തനി നാടൻ തൃക്കരിപ്പൂർ സ്റ്റൈലിൽ തന്നെ പറയുന്നില്ല. അപ്പം കുറേ ആൾക്ക് തിരിയില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഒരു ചെറിയൊരു മടി തനി നാടൻ സ്റ്റൈലിൽ തന്നെ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സോറി. നമ്മൾ വെയിറ്റ് ലോസ് ഡ്രിങ്കൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ മിനിമം 1 മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് ബാക്കി എന്തെങ്കിലും ചായയോ വെള്ളമോ ഫുഡോ എന്തെങ്കിലും കഴിക്കാൻ പാടുള്ളൂ. അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനിങ്ങനെ കുറേ കഴിഞ്ഞിട്ടാണ് ഈ ചായ ആക്കുന്നത്. അപ്പോൾ ഞാനും ഹസ്ബൻഡും മാത്രമേ ഇപ്പോൾ ഉള്ളൂ. മക്കളെല്ലാം നല്ല ഉറക്കില്ലല്ലോ. അപ്പോൾ ഈ വെള്ളിയാഴ്ച ഞാൻ കുറച്ച് നേരത്തെ എണീച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ച് നേരത്തെ എണീക്കുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് പണി ഒരുങ്ങും. പക്ഷെ പലപ്പോഴും കുറച്ച് നേരത്തെ ഒന്നും എണീക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് അതുകൊണ്ട് തന്നെ കുറച്ചധികം തന്നെ പണി തീർന്നിട്ടുമുണ്ട് രാവിലെ എണീച്ചുകൊണ്ട്. അങ്ങനെ എൻ്റെ ചായ കുടിയെല്ലാം കഴിഞ്ഞിട്ട് ഞാനിതാ പത്തിൽ അരച്ചത് കുറച്ച് ബാക്കി ഉണ്ടായിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ അതൊന്നും എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ അതിൻ്റെ തണുപ്പൊക്കെ മാറിയിട്ട് ഇതിങ്ങനെ പുതുക്കുന്ന പറഞ്ഞാൽ ഇതൊന്ന് വാട്ടിയെടുക്കൽ. മക്കളെല്ലാം എണീക്കുമ്പോഴേക്ക് ഇലയുടെ കുറച്ച് ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇലയൊന്നുമില്ല, ഫോയിലിടാന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഫോയിലിൽ വെച്ചിട്ട് ഇപ്പോൾ ആക്കലേ വഴിയുള്ളൂ. അപ്പോൾ ഞാനിതൊക്കെ വാട്ടി. അപ്പോൾ ഇതിലുള്ള ഫില്ലിങ് പണ്ടെന്ന് വെച്ചാൽ എന്താ പറയേണ്ടത്, കഴിഞ്ഞ ആഴ്ച ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച പണ്ടം ഇതിൽ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് ചൂടാക്കി എടുത്തിട്ടില്ലേ, അല്ലെങ്കിൽ കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഉണ്ടാവൽ. അപ്പോൾ പണ്ട് എന്താണെന്നോ എങ്ങനെയാണെന്ന് ഉണ്ടാക്കലെന്ന് അറിയാത്തവർക്ക് നല്ല വിശദമായിട്ട് ഞാനൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ നമ്മളൊരു ട്രഡീഷണൽ ഐറ്റം കൂടിയാണ് തൃക്കരിപ്പൂർ കാസർഗോഡ് ഭാഗത്തൊക്കെ ഉള്ളത്. പണ്ടെന്ന് തന്നെ പറയാം. അവലും പണ്ടോ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവില്ലായിരിക്കും. അപ്പോൾ ഇതാ അരിയെല്ലാം നല്ല ടൈറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് സാധാരണ പോലെ തന്നെ ഉണ്ടയാക്കി അതിൽ ഫില്ലിങ് വെച്ചിട്ട് ഇലയുടെ ആക്കും പോലെ ചെയ്തെടുക്കുക. നമ്മൾ നേരിയതാക്കിയിട്ട് വേണം ഇത് പരത്താൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാൻ 10ൻ്റെ പ്രസ്സിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അമർത്തിയെടുത്തതേ ഉള്ളൂ. അപ്പോൾ നല്ലോണം അമർത്തിയിട്ടില്ല, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുത്ത് പിന്നെ ഇതാ പണ്ട് വിട്ടിട്ട് ഇങ്ങനെ ആക്കി ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കുക. അപ്പോൾ പണ്ടത്തിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്, പ്രത്യേകിച്ചൊരു മണമാണ് അതിൻ്റെ. അപ്പോൾ പണ്ടം വെച്ചിട്ട് ഉണ്ടാക്കിയ ശേഷം ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു അട ഉണ്ടാക്കുന്നത്. അപ്പം ഒറ്റ അടിക്ക് തന്നെ കാലിയായിട്ടുണ്ട് പാത്രം. അത് ഈ പണ്ടെങ്ങനെ ആക്കി വെച്ച ഒരു ഗുണം എന്ന് പറയുന്നത്, വേഗം ഒരു 10ൻ്റെ അരി ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്തിട്ട് നമുക്കിങ്ങനെ ആക്കിയെടുക്കാം. നമുക്ക് രാവിലത്തെ ചായര കടിയായാലും ബ്രേക്ക്ഫാസ്റ്റ് ആയാലും കുറച്ച് ഹെവി ആയിട്ട് അരിഞ്ഞതായതുകൊണ്ട് മക്കൾക്ക് കൊടുക്കാൻ ബെസ്റ്റ് ആയിട്ടാണ്.
അപ്പം ഞാൻ തന്നെ രാവിലെ വെറുതെ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയത് അപ്പം തലേന്നത്തെ പത്തിൻ്റെ അരി ബാക്കിയുണ്ടായി. അപ്പോൾ പെട്ടെന്ന് ഇതാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച്. കണ്ടില്ലേ, ഒരു 10-15 മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളെ ഇലയടെല്ലാം റെഡി ആയിട്ടുണ്ട്. ഒരിളം ചൂടിൽ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല നേരിയതായിട്ട് പരത്തിയോണ്ട് തന്നെ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുമുണ്ട്. മക്കളെ ചായ കൂടിയും പിന്നെ കിച്ചണിലെ കുറച്ച് ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് വേഗം ബിരിയാണിൻ്റെ പരിപാടിയിലേക്ക് കഴിഞ്ഞ്. അപ്പോൾ എല്ലാ ആഴ്ചയും ഇപ്പം ബിരിയാണിയില്ല. ഇപ്പം നല്ല ചൂടാണ് ഇവിടെ. ചൂട് എന്ന് പറഞ്ഞാൽ പൊരി പോലത്തെ ചൂട്. അപ്പോൾ 1-2 ആഴ്ച ഉണ്ടാക്കാണ്ടിരിക്കുമ്പോൾ തന്നെ മോനിങ്ങനെ ചോദിക്കാൻ തുടങ്ങി, എന്തേ ഫ്രൈഡേ ബിരിയാണി ഒന്നുമില്ലേ. അപ്പോൾ ഇന്നിതാ ചിക്കൻ ബിരിയാണി ആക്കുന്നത്. അപ്പോൾ ഞാൻ പൊരിച്ചിട്ടൊന്നുമില്ല, പൊരിക്കാണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. ചട്ടിയിൽ മസാല ആക്കി വന്നിട്ടുണ്ടെങ്കിൽ നല്ല വെന്തുടഞ്ഞ് കിട്ടും മസാല. നോൺ സ്റ്റിക്കിലാക്കുന്നതിനെക്കാട്ടി സമയവും കുറവായിരിക്കും. ചട്ടിയൊന്ന് നല്ലോണം ചൂടായി കിട്ടിയാൽ മാത്രം മതി. പിന്നെ നന്നായിട്ടങ്ങ് വെന്തോളും അതിൽ കിടന്നിട്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ബിരിയാണി റെഡിയാക്കാം. പിന്നെ ബിരിയാണി എപ്പോഴും ഞാൻ വ്ളോഗ് എടുക്കുമ്പോൾ ഇങ്ങനെ കാണിക്കുന്നതുകൊണ്ട് ഞാൻ ഈ ആഴ്ച അതൊന്നും കാണിക്കുന്നേ ഇല്ല. പിള്ളേർക്കൊന്നും വെള്ളിയാഴ്ച വലിയൊരു ത്രില്ലൊന്നും ഇല്ല. ഇപ്പം സാധാരണ പണ്ടെല്ലാം വെള്ളിയാഴ്ച നമ്മൾ ഫുഡ് കഴിക്കൽ, പിന്നെ ഒരു ചെറിയ ഉറക്കം, പിന്നെ എവിടെയെങ്കിലും പുറത്ത് പോകും. അതാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഇവിടെ ഫാമിലി ആയിട്ട് നിൽക്കുന്നവർക്ക്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ മക്കൾക്കൊക്കെ മടുത്ത് തുടങ്ങി. കാരണം വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ ഒരു ത്രില്ലും ഇല്ല പിള്ളേർക്ക്. പിന്നെ ആകെയുള്ളൊരു രസം എന്ന് പറയുന്നത് നമ്മൾ ഒന്നിച്ചിരുന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലും സ്പെഷ്യലാക്കി കഴിക്കുന്നതാണ്. ബിരിയാണി ആക്കുന്നതൊന്നും ഞാൻ വീഡിയോ എടുക്കാത്തതുകൊണ്ട് തന്നെ ബിരിയാണി പെട്ടെന്ന് റെഡി ആയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് കാത്തിരിക്കലായിരിക്കുമല്ലോ. ഞാൻ നേരത്തെ കീറ്റില്ലെങ്കിൽ ലേറ്റ് ആയിട്ടായിരിക്കും എല്ലാവർക്കും ബിരിയാണി കിട്ടുന്നത്. എല്ലാം കൂടി വീഡിയോ എടുത്ത് എല്ലാം റെഡിയാക്കി വരുമ്പോഴേക്കും എല്ലാവരുടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇതാ അതിൻ്റെ ഇടയിൽ എല്ലാവർക്കും ഒരു ഓറഞ്ച് ജ്യൂസും കൂടി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇത് പതിവില്ലതാണ്. കാരണം മക്കളെല്ലാം രാവിലെ എണീച്ച് ഞാൻ കിച്ചണിലെ പണ്ടിൻ്റെ തിരക്കിൻ്റെ ഇടയ്ക്ക് അവർ നല്ല തിരക്കിലായിരിക്കും കളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ജ്യൂസ് കൂടി പതിവാണ്. പ്രത്യേകിച്ച് ഈ ചൂടായതുകൊണ്ട് മക്കൾ കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നല്ല ദാഹവും കൂടിയാണ്. ഇപ്പോൾ ഇതാ കുറച്ച് ദിവസമായിട്ട് ബിൽഡിംഗ് ബ്ലോക്സ് ഉണ്ടോ അങ്ങനെയൊന്നുമല്ല കളി ഇവൻ്റെ. കുറച്ച് ദിവസമായിട്ട് എന്താണെന്നറിയില്ല, ഭയങ്കര കളർ കൊടുക്കാനും ചിത്രം വരക്കാനും അത് രണ്ടാക്കും ഭയങ്കര താല്പര്യം. ഒരാൾ പേപ്പറും വെച്ചിട്ടിരുന്നാൽ പിന്നെ അയാൾ മറ്റെന്ത് തിരക്കിലാണെങ്കിലും അടുത്ത ആളും പേപ്പറും കൊണ്ടിരിക്കും. അങ്ങനെ വാശിക്ക് രണ്ടാളും കളർ കൊടുത്തുകൊണ്ടിരിക്കുകയെന്ന്. അതിൻ്റെ ഇടയിൽ നമ്മളെന്തെങ്കിലും ഫുഡോ സ്നാക്സോ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ കഴിച്ചോളൂ. നല്ല വിശപ്പും ദാഹവും ആയിരിക്കും ആ ഒരു സമയത്ത്. അങ്ങനെ ഇതെല്ലാവരും ഫുഡ് കഴിക്കാനിരുന്നിട്ടുണ്ട്. ഈ ഒരു ബ്ലാക്ക് പ്ലേറ്റ് ഞാൻ ഐക്കിയയിൽ നിന്ന് വാങ്ങിയാണ്. ഇതിൻ്റെ റേറ്റും ബാക്കി ഡീറ്റെയിൽസും ഐക്കിയയിലെ പർച്ചേസൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഫുഡൊക്കെ കഴിഞ്ഞ് അപ്പം തന്നെയല്ല, കുറേ കഴിഞ്ഞ് വൈകുന്നേരം ഒരു 5:30 ആയ സമയത്താണ് നമ്മൾ പുറത്തിറങ്ങിയിട്ടില്ല. കണ്ടില്ലേ, നമ്മളെ കോമ്പൗണ്ടിൽ കുഞ്ഞ് പച്ചക്കറി തോട്ടാണിത്. അപ്പോൾ ചീരയാണ് ഒരുപാട് ഉണ്ടായിട്ടുള്ളത്. പിന്നെ വെണ്ട, അങ്ങനെ കുറച്ച് ഐറ്റംസ് എല്ലാം ഉണ്ട് ഈ ഒരു ക്ലൈമറ്റിന് പറ്റിയ. പിന്നെ ഇതിൻ്റെ മുകളിൽ ഗ്രീൻ നെറ്റ് കൊടുത്തിട്ടുണ്ട്. ഗ്രീൻ നെറ്റ് കൊടുത്താൽ മാത്രമേ കുറച്ചെങ്കിലും പച്ചക്കറി എന്തെങ്കിലും പൊന്തി വരുള്ളൂ. അപ്പോൾ അത്രയും പൊരി വെയിലാണ് ഇപ്പോൾ ഉള്ളത്. മാഷാ അല്ലാ, മോശമില്ലാണ്ട് ഉഷാറായി വന്നിട്ടുണ്ടല്ലോ. പുറത്തൊന്നും പോകില്ല. ഇതാ ഗേറ്റ് തുറന്ന് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് നോക്കിയിരിക്കും. കണ്ടില്ല, മഗ്‌രിബ് ആകാനായിട്ടുണ്ട്. ആ സ്ട്രീറ്റ് ലൈറ്റിലിങ്ങനെ തെളിഞ്ഞ് തുടങ്ങുന്നുണ്ട്. ഈത്തപ്പഴമൊക്കെ പഴുക്കുന്ന സമയമായി ഇപ്പം. ഈ ഒരു ചുട്ട് പൊള്ളുന്ന ഒന്ന് ഓൾമോസ്റ്റ് എല്ലാ ഈത്തപ്പഴം മരമൊക്കെ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുന്ന കാണാം റോഡ് സൈഡിലൊക്കെ. പിന്നെ ഇതാ അകത്ത് കയറിയിട്ട് ഒരു ചായ കൂടിയുണ്ട് മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട്. ഇത് റെഡിമെയ്ഡ് പൊട്ടറ്റോ ബോൾസാണ്. നമ്മൾ ഫ്രഞ്ച് ഫ്രൈസൊക്കെ റെഡിമെയ്ഡ് വാങ്ങും പോലെ ഫ്രീസറിൽ വെച്ച് സൂക്ഷിക്കും. പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്തെടുത്ത് വെച്ച് തണുപ്പൊക്കെ മാറുമ്പോൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇളം ചൂടോടെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് സോസൊക്കെ ഇട്ടിട്ട്. അത് കൊണ്ടുവച്ചതേ ഉള്ളൂ. ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ കാലിയായിട്ടുണ്ട് പാത്രം. മക്കൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്.
പിന്നെ നമ്മൾ കാര്യമായിട്ടുള്ള പരിപാടി ഇന്നുണ്ടായെന്ന് വെച്ചാൽ കുറച്ച് ക്രാഫ്റ്റ് വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. കുറേ ദിവസമായി ഇങ്ങനെ മക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലുമായിട്ട് അവരെ കൂടെ ഇരുന്ന് ചെയ്യണമെന്ന്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന എന്തെന്നില്ലതല്ല, അവരെ കൂടെ ഇരുന്ന് കുറച്ച് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ വെള്ളിയാഴ്ചയല്ലേ കിട്ടുകയുള്ളൂ. അപ്പോൾ ഫ്രീ ആയിട്ട് ഇതാ കുറച്ച് ബോട്ടിൽസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് സോസിൻ്റെതുണ്ട്, പിന്നെ ജ്യൂസിൻ്റെതുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഗ്ലാസിൻ്റെ ആണെങ്കിൽ കളയാൻ തോന്നില്ല. അപ്പോൾ ഇതാ അവരെ കൂടെ ഏതായാലും കൂടാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് യൂട്യൂബിൽ നോക്കിയാൽ തന്നെ ഇഷ്ടംപോലെ ക്രാഫ്റ്റ് വർക്കെല്ലാം ചെയ്യാൻ പറ്റും. ഇതേപോലെ ഗ്ലാസിൻ്റെ ഇത് വളരെ സിമ്പിളായിട്ടുള്ള ബോട്ടിൽ ക്രാഫ്റ്റ് ഞാൻ ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വീഡിയോസ് നമുക്ക് കാണാൻ പറ്റും യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ. നമ്മളെ വീട്ടിലുണ്ടാകുന്ന സാധനം, നമ്മൾ സാധാരണ പേപ്പർ, ബീഡ്സ്, അങ്ങനെ വേസ്റ്റ് ചെയ്ത് കളയുന്ന സാധനത്തിൽ നിന്ന് ഉണ്ടാക്കുന്ന ക്രാഫ്റ്റ് വർക്കൊക്കെ നല്ല ഭംഗിയായിരിക്കും. പിന്നെ നമ്മൾ ഹോം ഡെക്കർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളായിട്ട് ഉണ്ടാക്കിയ എന്തെങ്കിലും സാധനം വെക്കുകയാണെങ്കിൽ നമുക്കൊരു പ്രത്യേക സാറ്റിസ്ഫാക്ഷൻ തന്നെയായിരിക്കും. ഈ ഒരു ഗ്ലാസ് ബോട്ടിൽ ഞാൻ ഗ്ലിറ്റർ പേസ്റ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു കറക്റ്റായിട്ട് നല്ല ഭംഗിയായിട്ട് കിട്ടണമെങ്കിൽ ഏതുവരെയാണോ ഗ്ലിറ്റർ വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു ബോർഡറിൽ നമുക്കൊന്ന് പ്ലാസ്റ്റർ കൊണ്ട് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കിത് ഇതുപോലുള്ള വൈറ്റ് ഗ്ലൂ ഉപയോഗിച്ചിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക ആ പ്ലാസ്റ്ററിൻ്റെ താഴെയുള്ള ഭാഗം. എന്നിട്ട് ആ പ്ലാസ്റ്റർ മുകളിൽ നിന്ന് ഇളക്കി കളയുമ്പോൾ നല്ലൊരു കറക്റ്റ് ലൈനായിട്ട് നമുക്ക് കിട്ടിക്കോളും. ഇത് ഞാൻ കുറച്ച് ഗ്ലൂ എടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു ബോട്ടിൽ ഫുള്ളായിട്ട് നമുക്ക് എവിടെ വരെയാണോ ഗ്ലിറ്റർ വേണ്ടത് അവിടെയെല്ലാം ഇതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട്. ഇതുപോലുള്ള ഗ്ലിറ്റേഴ്സിൻ്റെയൊക്കെ നമുക്ക് ഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ഹാഫായിട്ട് ചെയ്ത് കൊടുത്താൽ തന്നെ നല്ല ഭംഗിയായിരിക്കും. പിന്നെ നമ്മൾ കുറച്ച് സമയം അത് ഡ്രൈ ആവാൻ വേണ്ടി മാറ്റി വെക്കണം. അപ്പോൾ ഈ ഒരു ഗ്ലിറ്റേഴ്സൊക്കെ മക്കളുടെ കഴിഞ്ഞ വർഷത്തെ ബാക്കിയുള്ളതാണ്. അപ്പോൾ ഞാൻ ഒരു യെല്ലോവും കൂടി വേറൊരു ബോട്ടിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നു. ഞാനൊന്ന് ഇരുന്നെന്ന് കാണുമ്പോൾ മക്കൾ അവരുടെ കയ്യിലുള്ള സ്റ്റോണും പെബിളും എല്ലാം കൂടി ഒന്നിച്ച് കൊണ്ടുവന്നിട്ട് ചെരിയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് ഇപ്പോൾ എന്തെങ്കിലും ആക്കി തരണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ തൽക്കാലം എന്തെങ്കിലും ഒപ്പിക്കാമെന്ന് വിചാരിച്ചതാണ്. ഈ ഒരു ഗ്ലാസ് ബോട്ടിൽ നന്നായി കഴുകി ക്ലീൻ ചെയ്തിട്ട് ഈ പെബിളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയെന്ന്. അപ്പോൾ അതങ്ങനെ ഫില്ല് ചെയ്താൽ തന്നെ നല്ല ഭംഗിയാണെന്ന് കാണാൻ, കണ്ടില്ലേ? ഞാൻ കുറച്ച് ഭംഗിയുള്ള എന്ത് സാധനങ്ങളെ നമുക്കത് മാറ്റി വെക്കാം വേറത്തിൻ്റെ ഒരു സ്പേസിൽ. ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ഐറ്റംസ്, ഡെക്കർ ഐറ്റംസ് നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇതിലൊരു ബോട്ടിൽ ഞാൻ പ്ലെയിൻ കളറായിട്ട് പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് കൊടുത്താൽ മതി. ഏതെങ്കിലും സിംഗിൾ കളർ കൊടുത്താൽ തന്നെ നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഇതൊന്ന് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് ബ്ലാക്ക് വെച്ച് എന്തെങ്കിലും ഇതിൽ ചിത്രങ്ങളൊക്കെ വരച്ചെടുക്കാം. അപ്പോൾ ഞാനിതേതായാലും ഒരു 2 ദിവസം ഡ്രൈ ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോൾ നല്ല തിക്കായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് റെഡിൽ. അപ്പോൾ ഞാനങ്ങ് ഇരുന്നപ്പോൾ മോൾ അവിടെ നിന്ന് ഇവിടെ നിന്നായി കുറേ സാധനങ്ങൾ ഇങ്ങനെ എടുത്തുകൊണ്ട് തരികയാണ്. ഏതായാലും അവരൊന്ന് ഹാപ്പി ആക്കാൻ വേണ്ടി ഇരുന്നതല്ലേ, കുറച്ചങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചതാ. ഇങ്ങനെയുള്ള കല്ലൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതുപോലുള്ള ബോട്ടിലിൽ വെറുതെ ഇട്ട് കൊടുത്താൽ തന്നെ നല്ല ഭംഗിയായിരിക്കും, കളർഫുള്ളായിട്ടുള്ളത്. അപ്പോൾ ഇത് അക്വേറിയത്തിലൊക്കെ ഉണ്ടാകുന്ന കല്ലാണ്. അപ്പോൾ മുമ്പ് മോളെടുത്തുണ്ടായത്, അപ്പോൾ അവൾ കുറേ കാലമായി സൂക്ഷിച്ച് വെച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെ എടുത്ത് വന്നിട്ടില്ലതിപ്പോൾ. അപ്പോൾ ഈ ഒരു 4 ബോട്ടിലാണ് നമ്മൾ ഇന്ന് ചെയ്ത നമ്മുടെ കുഞ്ഞ് ക്രാഫ്റ്റ്. അപ്പോൾ നമ്മുടെ ചെറിയ മക്കളൊക്കെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ധാരാളം തന്നെ. കാണാൻ അത്യാവശ്യം ഭംഗിയൊക്കെ ഉണ്ട്, ബോറില്ലല്ലോ അല്ലേ? അപ്പോൾ ഇതായിരുന്നു നമ്മളെ ഫ്രൈഡേയിലെ കാര്യമായിട്ടുള്ള പരിപാടി. ഇങ്ങനെയുള്ള സോസിൻ്റെ കാലിക്കുപ്പി ഉണ്ടെങ്കിൽ ആർക്കും ഇത് ചെയ്തെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളെ മക്കളെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ടല്ലെങ്കിൽ നമുക്കൊരു ടൈം പാസിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ക്രാഫ്റ്റിൽ നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഞാനിത് ഏതായാലും ഈ ഒരു വീതിയുള്ള ബോട്ടിൽ മണി പ്ലാന്റ് ഇടാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ കിച്ചണിൽ പ്ലെയിൻ വാട്ടറിലിട്ടത് ഇതുപോലെ കുറച്ച് ബബിൾസും കല്ലെല്ലാം ഇട്ട് വെക്കുകയാണെങ്കിൽ നല്ലൊരു ഭംഗിയായിരിക്കും കാണാൻ വേണ്ടി. ഇപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ, ഇത് കിച്ചണിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഈ വെള്ളിയാഴ്ചത്തെ വിശേഷം.
വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങളെ എല്ലാ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. വീഡിയോയിൽ ഇനി എങ്ങനത്തെ ടൈപ്പാണ് വീഡിയോ ചെയ്യേണ്ടതും കൂടി കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ.